ഹായ് മക്കളെ, ഈ വർഷത്തെ SSLC ബാച്ചിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും എല്ലാ പണിയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 9th വന്നപ്പോൾ 9th ടെക്സ്റ്റ് ബുക്ക് മാറി, 10th എത്തിയപ്പോൾ 10th ടെക്സ്റ്റ് ബുക്ക് മാറി. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കുകൾ അത്യാവശ്യം നല്ല ടഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ബയോളജി ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ കഴിഞ്ഞ വർഷങ്ങളിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ നേരെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ +2 കുറച്ച് ടോപ്പിക്കുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പാർട്ടിൽ 3 ചാപ്റ്ററുകളാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫും സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷനും ആണ്. ഈ 2 ചാപ്റ്ററുകളും മുൻ സിലബസിൽ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നു. അതിന് നേരെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ +2 കുറച്ച് അഡീഷണൽ ടോപ്പിക്കുകൾ ആഡ് ഓൺ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബിഹൈൻഡ് സെൻസേഷൻ ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ സെയിം ചാപ്റ്റർ ആണ്, കണ്ടന്റ് സെയിം ആണ്. മറ്റുള്ള 2 ചാപ്റ്ററുകളെ പോലെ കൂടുതലായിട്ട് ഇതിനകത്തേക്കൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. പുതിയ സിലബസ് കുറച്ച് ടഫാണെങ്കിലും അതിൽ ഒരുപാട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുണ്ട്. കാരണം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ അവരുടെ ബേസ് ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം ഇപ്പോൾ നമ്മുടെ സിലബസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കും സിലബസും ഒക്കെ എത്ര ടഫ് ആയാലും നമ്മൾ ന്യൂട്ടൺസ് അത് ക്രാക്ക് ചെയ്യും. ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ സിംപ്ലിഫൈഡ് ഫോം ആയിട്ടുള്ള ന്യൂട്ടൺസിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. ജോയിൻ ന്യൂട്ടൺസ് നൗ.